എല്ലാ കൂട്ടുകാർക്കും ഡിസൈനിങ് അൺബോക്സിങ്ങിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയൽ കൂടിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ തമ്പനയിലിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പം തമ്പനയിലിൻ്റെ സൈസും കാര്യങ്ങളും സെറ്റ് ചെയ്തതിനു ശേഷം വീട്ടിലേക്ക് കിടക്കാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റിവ്യൂ തമ്പനയിലാണ്. അപ്പം അതിലേക്ക് ആദ്യം ഒരു ഇമേജ് അടിയാം. നെക്സ്റ്റ് അടുത്തൊരു ഇമേജ് കൂടി ഇതിലേക്ക് അടിയാം. ലോക്ക് ചെയ്തിട്ട് അടുത്തൊരു ഇമേജ് കൂടി അടിയാം. ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ഇമേജ് ആടിയിട്ടുണ്ട്. നമുക്കത് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ടൈറ്റിൽ മാത്രം ഒന്ന് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്കതിൻ്റെ ടൈറ്റിൽ ഇറേസ് ചെയ്ത് കളയാം. നമുക്ക് ഏത് കളറാണോ ടൈറ്റിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് തന്നെ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. ഓക്കെ, കളഞ്ഞിട്ടുണ്ട്. സ്വല്പം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ എഡ്ജ് ഇച്ചിരി കൂടെ പോകാനുണ്ട്. ഓക്കെ, അതിൻ്റെ എഡ്ജ് റെഡി ആയിട്ടുണ്ട്. എഡ്ജ് നമ്മൾ സെറ്റാക്കി വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ഇനി ബ്രഷിൻ്റെ ഒരു ഓപ്ഷൻ എടുക്കാം. ബ്രഷ് എടുത്തിട്ട് എല്ലാം കൂട്ടി കൊടുത്ത് ആ പെൻസിൽ സൈസ് മാത്രം സ്വല്പം കുറച്ചു നമുക്കിവിടെ ബ്രഷ് ചെയ്യാം. നമ്മളാ കണ്ടില്ലേ ആ തമിഴിലുള്ള ടൈറ്റിൽ, അത് നമുക്ക് അതിൽ നിന്ന് പഞ്ച് ചെയ്തെടുക്കണം. ഓക്കെ, നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ബാക്ക് ഡ്രോപ്പിൽ പോയിട്ട് മറ്റേത് പോസ്റ്റിൻ്റെ കോപ്പി ചെയ്ത ഭാഗം ഫ്രണ്ടിൽ വരണം. അതിനൊരു കളറും കൊടുത്ത് ആ രണ്ട് പോർഷൻ നമ്മൾ ബ്രഷ് ചെയ്തതും ആ പോസ്റ്റും ഒരുമിച്ചാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാം. അതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇറേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടൈറ്റിൽ കിട്ടി, ആ സിനിമയുടെ ടൈറ്റിൽ കിട്ടി. അത് നമുക്ക് കളർ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് റെഡ് കളർ കൊടുത്തു. അതിനുശേഷം അതിനൊരു സ്ട്രോക്ക് കൊടുത്തു. സ്ട്രോക്ക് 1% മതി കേട്ടോ. അതിനുശേഷം ഷാഡോ ബ്ലർനെസ് കുറച്ചിട്ട് റൈറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി. ഓക്കെ, നമ്മുടെ സ്റ്റൈലിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഡ്രോപ്പിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ബ്രഷ് ചെയ്യാം. ആ പോസ്റ്റിൻ്റെ താഴെ വരുന്ന ഭാഗം നമുക്കൊന്ന് ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ, നമുക്കതങ്ങ് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഓക്കെ, അതങ്ങനെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിൻ്റെ ഒരു കോപ്പി എടുക്കാം. കോപ്പി എടുത്തിട്ട് എൻ്റെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലേസ് ചെയ്യാം. നമുക്ക് ആ ഷർട്ടിൻ്റെ കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഷർട്ടിൻ്റെ കളറത്തെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ ഫോട്ടോയുടെ ബാക്ക് ഡ്രോപ്പിലായിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാലൻസ് വരുന്ന ബാക്ക് ഡ്രോപ്പ് എൻ്റെ ഷർട്ടിൻ്റെ കളർ തന്നെ കൊടുക്കാം. നമുക്ക് ഓൾറെഡി നമ്മൾ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്കൊരു ഷാഡോ കൊടുക്കാം. നമ്മുടെ ഫോട്ടോ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാഡോ കൊടുക്കുന്നത്. ഷാഡോ കൊടുത്ത് ലോക്ക് ചെയ്യാം. ഓക്കെ, നമുക്കത് ടൈറ്റിലും കൂടെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തൊരു ഷേപ്പ് കൊടുക്കാം. നമുക്ക് കണ്ടില്ല ബോർഡർ ഉണ്ടല്ലേ, ആ ബോർഡർ ഒന്ന് സെറ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് കുറച്ച് സ്ട്രോക്ക് ഒന്ന് കൂട്ടി കളർ വൈറ്റ് കൂട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ആ ബോർഡർ സെറ്റ് ചെയ്യാം. അതിനുശേഷം അടുത്ത ടൈറ്റിൽ കൊടുക്കാം. ആ മൂവി റിവ്യൂ എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൂവി റിവ്യൂ കൊടുത്തു. ബോൾഡായിട്ടുള്ളൊരു ഫോണ്ട് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ഒരു ബ്ലാക്ക് കളർ കൊടുത്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു യെല്ലോ കളർ കൊടുത്താൽ നമുക്ക് ആ മൂവി റിവ്യൂവിൻ്റെ സംഭവം സെറ്റായി. നമുക്കിതെല്ലാം കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പം ഇതിലേക്ക് ഒരു മലയാളം ഫോണ്ടാണ് വേണ്ടത്. ഓക്കെ, അതങ്ങനെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ആ ബോർഡറിനോട് പ്ലേസ് ചെയ്യാം. അടുത്ത് നമുക്കൊരു മലയാളം ഫോണ്ടാണ് വേണ്ടത്. ഓക്കെ, മലയാളം ഫോണ്ട് നിങ്ങൾക്ക് എന്താണോ ടൈറ്റിൽ വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൊടുത്തിരിക്കുന്നത് തീർച്ചയായും കാണേണ്ട സിനിമയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പം
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഇഷ്ടമായ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.